എറണാകുളത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം 2 മണിക്കൂർ തോരാതെ തന്നെ പെയ്തു. കൊച്ചിയിലെ പല ഇടറോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തകൃതിയായി പലയിടങ്ങളിലും നടന്നു എങ്കിൽ പോലും വെള്ളം ഒരു മഴ തോരാതെ ഒരു 3-4 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് തന്നെയാണ് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. പതിവ് വ്യത്യസ്തമല്ല. എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് KSRTC സ്റ്റാൻഡ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ കഴിയാത്ത അത്ര വലിയൊരു അവസ്ഥയാണ്. വലിയ മലിനജലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. അകത്തുള്ള ശുചിമുറിയിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും എല്ലാം തന്നെ ഈ വെള്ളത്തിലൂടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ കാണാം, ഇതിൻ്റെ ഉള്ളിലെ കടകളിലുള്ള ആളുകളൊക്കെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ചേച്ചി, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഈ വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. പിന്നെ നടക്കാനും പറ്റാത്ത അവസ്ഥയുടെ പിന്നെ ഇത് കാണുന്ന കാഴ്ച വെള്ളപ്പൊക്കം കയറിയിട്ട് എന്താണ് ഒരു വിധത്തിലും പറ്റണില്ല. അത് തന്നെയാണ് അവസ്ഥ. ഈ യാത്രക്കാര് ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നവർ കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത അത്ര മോശം അവസ്ഥയിലാണ്. ഉള്ളിലുള്ള കടക്കാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ ഫെബ്രുവരിയിൽ ഈ KSRTC സ്റ്റാൻഡ് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി സ്ഥലം MLAയും ഒപ്പം MP-യും അടക്കം ഇവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇപ്പോഴും ഈ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, എങ്ങോട്ടേക്ക് പോകാനാ? കൊല്ലത്തേക്ക്. ഈ വെള്ളക്കെട്ട് ആളുകൾക്കൊക്കെ വളരെ വാക്കുകളില്ല പറയാൻ. കാരണം ഇത് സ്ഥിരം ഇവിടുത്തെ കാഴ്ചകളാണ്. എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന KSRTC സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇത് പതിവ് കാഴ്ചയാണ്. ഒരു മഴ പെയ്താൽ നിർത്താതെ ഒരു 3-4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ KSRTC സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒക്കെ പരാതി. പലരും ഈ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടം ഇവിടെയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ആശ്വാസം എന്നോണം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ അതും നടക്കില്ല. ചേട്ടാ, നല്ല വെള്ളക്കെട്ടാണല്ലോ. എങ്ങോട്ടേക്ക് പോകാനാണ് ഇവിടെ? നമ്മൾ മൂവാറ്റുപുഴ. ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു വളരെ ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. നമ്മൾ വയനാടാണ്, മാനന്തവാടി വയനാടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. കാരണം ഇത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ സിറ്റിയിൽ പിന്നെ ഒരു KSRTC സ്റ്റാൻഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. അത് തന്നെയാണ്, മെട്രോ സിറ്റിയാണ്, കൊച്ചി നഗരമാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ അവിടെയുള്ള KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്.